ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ, ഒരുപാട് നാളായി നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഒരുപാട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇതേപോലെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന, നമ്മുടെ മെയിൻസ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന, അതുപോലെ എക്സാമിന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന ഒരുപാട് പേരുണ്ട്. സോ അവരുടെയൊക്കെ ഒരു ക്വയറിയാണ്, നമ്മുടെ എക്സാമിൽ സിലബസിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുമോ, പുതിയ ആക്ട്സ് ഒക്കെ വന്നതല്ലേ, അപ്പം അത് നമ്മൾ അറിഞ്ഞിരിക്കണോ, പഠിക്കണോ എന്നൊക്കെ ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്. സോ അതിൽ നിന്ന് എനിക്ക് തോന്നിയത് ഐ ഷുഡ് ഡു എ ക്ലാസ് ഓൺ ന്യൂ ആക്ട്, അതായത് ക്രിമിനൽ ലോസ് ഉണ്ടല്ലോ, IPC, ഇന്ത്യൻ എവിഡൻസ് ആക്ട്, അതുപോലെ തന്നെ CRPC, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. അപ്പോൾ ഈ 3 ആക്ട്സുകളുമാണ് പുതിയ നെയിംസ് ആയിട്ട് ഈ ആക്ട്സുകൾ വന്നിരിക്കുന്നത്. സോ ആ പുതിയ ആക്ട്സുകൾ നമ്മൾ നോക്കണോ എന്ന് എപ്പോഴും എനിക്ക് ക്വയറീസ് വരാറുണ്ട്. യെസ്, ഓക്കെ, ഈ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാൽ ഓക്കെ. അപ്പോൾ നമ്മുടെ ഈ ക്വയറീസ് വരുന്നപ്പം ഏറ്റവും കൂടുതൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, പോലീസ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഈ ലോസ് യൂസ് ചെയ്യുന്നത്. ഓഫ് കോഴ്സ് ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ തന്നെ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയേഴ്സിനും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുന്നത് ലോ ആൻഡ് ഓർഡർ സിസ്റ്റമാണ്. അപ്പോൾ ലോ ആൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പോലീസ് ആയതുകൊണ്ട് തന്നെ ദേ ആർ സപ്പോസ് ടു നോ, അല്ലേ, അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. സോ നിങ്ങൾ ഇനി എക്സാമിനേഷന് മെയിൻസിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായിട്ടും പുതിയ ലോസ് പഠിച്ചിരിക്കണം. ബിക്കോസ് നിങ്ങളുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് സെക്ഷൻ പറയുന്നില്ല, മനസ്സിലായില്ലേ. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്പെസിഫിക്കലി അവർ ഏരിയാസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സോ ഏരിയാസ് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ IPC ആവാം, BNS ആവാം, BSS ആവാം, BNSS ആവാം, അല്ലെങ്കിൽ CRPC ആവാം. സോ അത് എന്തുമാവാം. സോ അതിൽ ക്വസ്റ്റ്യനിൽ സ്പെസിഫിക്കലി നിങ്ങൾ ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുമ്പോൾ ശ്രദ്ധിക്കണം, സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്. CRPC ആണോ ചോദിച്ചിരിക്കുന്നത്, BNSS ആണോ ചോദിച്ചിരിക്കുന്നത്. ഐ ഡോണ്ട് നോ ഇപ്പോൾ ഏതെങ്കിലും കോച്ചിങ് സെന്റേഴ്സോ അങ്ങനെ ആരെങ്കിലും സ്പെസിഫിക് ആയിട്ട് പുതിയ ആക്ട്സ് പഠിപ്പിക്കുന്നുണ്ടെന്ന് ഐ ഡോണ്ട് നോ ആൻഡ് ഐ ഡോണ്ട് കെയർ. ഓക്കെ, സോ പഠിക്കേണ്ട പിള്ളേർ അത് പഠിച്ചിരിക്കും, ഉറപ്പായിട്ടും പഠിച്ചിരിക്കും. സോ ഞാൻ ജസ്റ്റ് കുറച്ച് ക്ലാസ്സസ് ഇടാം, എങ്ങനെയാണ് ഇതൊന്ന് പഠിക്കാൻ എളുപ്പം, ഈസി എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ പഴയ നിയമം നിങ്ങൾ പഠിച്ചിരിക്കണം, എന്നാൽ മാത്രമേ പുതിയ നിയമത്തിന്റെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. ഓഫ് കോഴ്സ് പഴയ നിയമങ്ങളിലെ പല കാര്യങ്ങൾ മീൻസ് ഓൾമോസ്റ്റ് എവറിഥിങ് ഈസ് സെയിം. ഇവർ ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കി വെച്ചിട്ടുണ്ട്. ചില ആക്ടിൽ ഒരു വ്യത്യാസവും വന്നിട്ടില്ല, 5-6 വേർഡ്സ് മാത്രം ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ആക്ടിൽ മൊത്തത്തിൽ അങ്ങ് മാറ്റം വരുത്തിയിട്ടുണ്ട്, ചില ആക്ടിൽ ടൈം ലിമിറ്റ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതാണ് ഇതിന്റെ മെയിൻ കാര്യങ്ങൾ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാൻ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇതിൽ പറയാം. അടുത്ത സെഷനിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഏത് ആക്ട് ആയിരിക്കും ആപ്ലിക്കബിൾ ആവുന്നത് എന്ന് ഡൗട്ട്സ് ഉണ്ടാവും. ലൈക്ക് ഇപ്പോൾ IPC ആണോ ആപ്ലിക്കബിൾ ആവുന്നത്, അത് BNS ആണോ ആപ്ലിക്കബിൾ BNS ആണോ ആപ്ലിക്കബിൾ ആവുന്നത്, അത് CRPC ഉപയോഗിക്കണോ, അത് BNSS ഉപയോഗിക്കണോ എന്ന് ഡൗട്ട് ഉണ്ടാവും. അപ്പം ഞാൻ ആദ്യം എന്തൊക്കെയാണ് പുതിയ ആക്ട്സിന്റെ പേര് എന്നൊക്കെ പറയാം. ഫസ്റ്റ് IPC, ഇന്ത്യൻ പീനൽ കോഡ്, പഴയ ആള്. പുതിയ ആള് ഭാരതീയ ന്യായ സംഹിത. നെക്സ്റ്റ് വൺ ഈസ് കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. പുതിയ ആള് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത. അടുത്ത ആള് ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഭാരതീയ സാക്ഷ്യ അധിനിയം. BSA, BNSS, BNS. അപ്പം BNSS എന്ന് പറയുമ്പോൾ ആൾക്കാർ CRPC 2 C ഉണ്ട്, അപ്പൊ 2 S, BNSS, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ. ബാക്കിയൊക്കെ ഓർത്തിരിക്കും. എവിഡൻസ് ആക്ട്, ഭാരതീയ സാക്ഷ്യ മീൻസ് എവിഡൻസ് എന്ന് ഉദ്ദേശിച്ച് സാക്ഷ്യ അധിനിയം. പിന്നെ ഭാരതീയ ന്യായ സംഹിത IPC. സോ ഭാരതീയ ന്യായ സംഹിതയിൽ വന്നിരിക്കുന്ന ഏറ്റവും ക്രൂഷ്യലായിട്ട് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടി അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ ഡെഫിനേഷനിലേക്ക് മാൻ ഓർ വുമൺ അതിന്റെ കൂടെ ഒരു ട്രാൻസ്ജെൻഡർ എന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ട്രാൻസ്ജെൻഡറിന്റെ ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ജെൻഡർ അവരെ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ആക്ട് 2019 ഉണ്ട്. ആ ആക്ട് പ്രകാരമായിരിക്കും ട്രാൻസ്ജെൻഡർ ഡെഫിനേഷൻ വരുന്നത്. സോ അതാണ് ഫസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, ഈ ആക്ടിൽ, അതായത് നമ്മുടെ BNSൽ പണ്ടൊക്കെ കിഡ്നാപ്പിങ്ങിന് അല്ലെങ്കിൽ കിഡ്നാപ്പിംഗ് അബ്ഡക്ഷൻ രണ്ടാണ് അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കിഡ്നാപ്പിംഗില് സ്പെസിഫിക്കലി ഏജ് എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, മെയിലിന് ഇത്ര, ഫീമെയിലിന് ഇത്ര എന്ന് പറയുന്നുണ്ട്. പക്ഷേ പുതിയ BNS അത് നമുക്ക് പഠിക്കാൻ എളുപ്പത്തിന് ചൈൽഡ് എന്നാക്കിയിട്ടുണ്ട്. അതായത് ഏതൊരു കുട്ടിയും 18 വയസ്സ് താഴെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് അണ്ടർ ദിസ് BNS. അതുപോലെ തന്നെ BNSൽ ഒട്ടാകെ
വയസ്സുകൾ മാറ്റിയിട്ടുണ്ട്. ആകപ്പാടെ പ്രൊക്യുറേഷൻ ഓഫ് ഫീമെയിലോ മെയിൽ ചൈൽഡ് മാത്രം, ഇമ്പോർട്ട് ഫ്രം ഔട്ട്സൈഡ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ. ബാക്കി എല്ലാം ചൈൽഡ് 18 ഇയേഴ്സ് ആണ്. 18 ഇയേഴ്സ് ബിലോ വരുന്ന എല്ലാം ചൈൽഡാണ്. അതിന് വേറെ ഏജ് വ്യത്യാസമില്ല. സോ കിഡ്നാപ്പിംഗ് സ്പെസിഫിക്കലി എടുത്ത് ചോദിക്കുകയാണെങ്കിൽ കിഡ്നാപ്പിംഗ് IPCയിൽ ഡിഫറെന്റ് ആണ് ഏജ് ലിമിറ്റ്. പക്ഷെ BNSൽ ഏജ് ലിമിറ്റ് എല്ലാവർക്കും 18 ഇയേഴ്സ് ആണ്, മെയിൽ ആവട്ടെ ഫീമെയിൽ ആവട്ടെ. അടുത്ത സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഇലക്ട്രോണിക് എവിഡൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഞാനത് മൊത്തത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇലക്ട്രോണിക്കിന്റെ അല്ലെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യ, ടെലികമ്മ്യൂണിക്കേഷൻ വിദ്യയൊക്കെ കൂടുതൽ എന്താ പറയുക, ടെക്നോളജി എവോൾവ് ആയതനുസരിച്ച് നമ്മുടെ ആക്ട്സുകളും ഇവോൾവ് ആയിട്ട് അതിനെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ അത് ചിലപ്പം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിക്കാം. അടുത്തത് വരുന്നത് BNSൽ പിന്നെ ഉള്ള ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 69 എന്ന് പറയുന്നത് ഒരു സ്ത്രീനെ എന്താ പറയുക അത് അവർ കൺസെൻഷ്വൽ സെക്സ് ആവട്ടെ അല്ലെങ്കിൽ അല്ലാത്ത സെക്സ് ആവട്ടെ, ബട്ട് വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു സ്ത്രീനെ അവരുടെ അധികാര പരിധി ഉപയോഗിച്ച് പ്രൊമോഷൻ കൊടുക്കാമെന്നോ അല്ലെങ്കിൽ ഇന്നത് നേടിത്തരാമെന്നൊക്കെ പറഞ്ഞ് ഡിസീറ്റ്ഫുള്ളി ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഓക്കെ, ഒരു മെയിൽ ചെയ്യുന്ന പ്രവൃത്തിനെയാണ് 69 ഒരു ഒഫൻസ് ആക്കി മാറ്റുന്നത്. അതൊരു ക്രൂഷ്യൽ ഒഫൻസ് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് ഓൾസോ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനി വരുന്നത് മെഡിക്കൽ നെഗ്ലിജൻസ് കേസ്. മെഡിക്കൽ നെഗ്ലിജൻസ് കേസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഒരു ഡോക്ടർ, നമുക്കറിയാം എന്താണ് IPCയിൽ ജനറൽ എക്സെപ്ഷൻ പ്രകാരം ഒരു ഡോക്ടർ ഒരു രോഗിയെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം എന്താണ്, ഡിഫൻസ് ആണ്. അയാൾ ചെയ്യുന്നത് എന്തും അയാൾക്ക് ആസ് ലോങ് ആസ് ഇറ്റ്സ് മെയ്ഡ് ഇൻ ഗുഡ് ഫെയ്ത്ത്, അയാളെ രക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നിടത്തോളം കാലം ഒരു ഡോക്ടർ ഒരു രോഗിയോട് ചെയ്യുന്നത് എന്ത് സാധനമാവട്ടെ, മീൻസ് വാട്ട് എവർ സർജറി ഹീസ് ഡൂയിങ്, എന്താ പറയുക, ഹി ഹാസ് ഗോട്ട് എ ഡിഫൻസ് അല്ലെ. പക്ഷെ ഈ ഒരു സംഭവത്തിൽ വരുമ്പോൾ മെഡിക്കൽ നെഗ്ലിജൻസ് എന്ന് പറയുമ്പോൾ നമ്മളെ ഈ നമ്മൾ പറയില്ലേ ആക്സിഡന്റ് കേസസിന് ഇക്വലന്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതായത് ചില മാറ്റേഴ്സിൽ മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ടുണ്ടാകുന്ന മരണത്തിനെയും മർഡറിന്റെ ആ ഒരു കാറ്റഗറി ഡിഗ്രിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. സോ ജനറൽ ചേഞ്ചസ് ആണ് ഞാൻ ഒന്ന് പറയുന്നത്. പിന്നെ BNSൽ വന്നത് നമ്മുടെ വിമൻ ചൈൽഡ് അതിനുള്ള സെക്ഷൽ ഒഫൻസ് എല്ലാം കൂടെ ഒരൊറ്റ കാറ്റഗറി ആക്കി തിരിച്ചു വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. മറ്റത് പഠിക്കുകയും ഇതും പഠിക്കുക. പിന്നെ ഡിഫറൻസ് വരുന്നത്, നെക്സ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത് ഫൈനുകളൊക്കെ കൂട്ടുകയും കുറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പഠിക്കാനുള്ളവർക്ക് ഒരറ്റം മുതൽ അടുത്ത അറ്റം വരെ പഠിക്കാം. ബട്ട് അതിൽ നിന്ന് കിട്ടുന്ന എത്ര ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് മാത്രം ചോദിക്കും എന്നുള്ളത് ഇസ് വെരി ഡൗട്ട്ഫുൾ. സോ ഐ ഡോണ്ട് റെക്കമെൻഡ് സ്റ്റഡിയിങ് ദോസ് പണിഷ്മെന്റ്സ് ആൻഡ് ഓൾ. ഓക്കെ, അടുത്തത് വരുന്നത് സൂയിസൈഡ്. അതായത് നമ്മളിപ്പോൾ സൂയിസൈഡ് ചെയ്തു അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നത് എന്താണ്, ഒരു കുറ്റമായിരുന്നു കഴിഞ്ഞ IPCയിൽ. പക്ഷെ ഇപ്പോൾ എന്ത് പറ്റി, സൂയിസൈഡ് ചെയ്യുന്ന ഒരു തെറ്റല്ല. ബിക്കോസ് നമുക്കറിയാം മെന്റൽ ഒരു ആക്ട് ഉണ്ടല്ലോ, നമ്മുടെ മെന്റൽ അഗനി കൊണ്ടാണ് ചെയ്യുന്നത്. സോ അതൊരു ഒഫൻസ് ആയി കാണരുതെന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട് സ്പെസിഫിക്കലി. അപ്പൊ ആ ആക്ടിന്റെ ബലത്തിൽ ഇതെന്തല്ല, സൂയിസൈഡ് ഇസ് നോട്ട് എൻ ഒഫൻസ്. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇപ്പൊ പുതിയ BNSൽ വന്നപ്പോ പബ്ലിക് സർവന്റിനെ കൊണ്ട് ഒരു ഡ്യൂട്ടി ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താണെങ്കിൽ സൂയിസൈഡ് ചെയ്യും, നീ ഇത് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ എനിക്ക് ആ ഒരു പൊസിഷൻ തന്നില്ലെങ്കിൽ ഞാൻ ഇപ്പൊ സൂയിസൈഡ് ചെയ്യും, ഞാൻ നിരാഹാരം കിടക്കും എന്നൊക്കെ പറയുന്ന സംഭവങ്ങളുണ്ടല്ലോ, അതൊന്നും എന്തൊരു വരില്ല. ദാറ്റ്സ് ഓൾസോ എൻ ഓഫൻസ്. അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ വന്നൊരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി സർവീസ് ആണ്. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതായത് നമ്മുടെ ഈ US അല്ലെങ്കിൽ പുറത്തൊക്കെ ഉള്ള രാജ്യങ്ങളിൽ ചെറിയ ചെറിയ കുറ്റങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവരുടനെ കമ്മ്യൂണിറ്റി സർവീസ് കൊടുക്കും. നമുക്കിവിടെ ജുവനൈൽസിനൊക്കെ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി സർവീസിന് ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ഇതുവരെ നമ്മൾ അതൊരു IPC ഒഫൻസിനൊന്നും കൊടുത്തിട്ടില്ല. അപ്പൊ BNS വന്നിട്ട് നമ്മുടെ ഈ കമ്മ്യൂണിറ്റി സർവീസ് കുറച്ച് സ്പെസിഫിക് ഒഫൻസസിന് കൊടുത്തിട്ടുണ്ട്. സോ അതും പഠിക്കേണ്ടി വരും, അതും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ BNSൽ പക്ഷേ ഇതിനെ കമ്മ്യൂണിറ്റി സർവീസ് എന്തെന്ന് ഡിഫൈൻ ചെയ്യുന്നില്ല. ഡിഫൈൻ ചെയ്യുന്നത് BNSSലാണ് 23 ക്ലോസ് 3ലാണ് എന്താണ് കമ്മ്യൂണിറ്റി സർവീസ് എന്ന് ഡിഫൈൻ ചെയ്യുന്നത്. കമ്മ്യൂണിറ്റി സർവീസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങൾ ഒരു ജോലി ചെയ്യുന്നു, പക്ഷെ ആ ജോലിക്ക് നിങ്ങൾക്ക് ശമ്പളം നിങ്ങൾക്ക് റെമ്യൂണറേഷൻ ഇല്ല. ഇറ്റ്സ് എ ഫോം ഓഫ് പണിഷ്മെന്റ്. ഓക്കെ, അത് ചില സ്പെസിഫിക് ഒഫൻസസിന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കാനുള്ള ഡിഫമേഷന് അതുണ്ട്. അതുപോലെ തന്നെ പബ്ലിക് സർവന്റിനെ കൊണ്ട് ഒരു കാര്യം നിർബന്ധിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്, അതുകൊണ്ട്. അതുപോലെ കള്ള് കുടിച്ചുകൊണ്ട് റോഡിൽ പ്രശ്നം ഉണ്ടാക്കുന്നവർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ടേബിൾ നിങ്ങൾക്ക് ഞാൻ അയച്ചുതരാം. അപ്പൊ എനിവേ, അപ്പൊ ഇത്രയുമാണ് ഇതിലുള്ള ഒരു മേജർ ആയിട്ടുള്ള
മേജർ ആയിട്ടുള്ള കുറച്ച് ചേഞ്ചസ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനി അടുത്തൊരു ക്ലാസ്സിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഓരോ സെക്ഷൻ വൈസ് നോക്കാം. നിങ്ങളുടെ അഭിപ്രായം പറയാം. സോ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ക്ലാസ്സസ് ഇനി വേണോ എന്നുള്ളതിനൊക്കെ പറ്റിയിട്ട്. ആൻഡ് ഇതൊരു പഠിക്കാൻ ഭയങ്കര പാടില്ല. നിങ്ങൾ ആസ് ലോങ് as IPC CRPC ഒക്കെ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചേഞ്ചസ് വളരെ പാടായിട്ട് തോന്നില്ല. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ യു ക്യാൻ ബിൽഡ് അപ്പോൺ ഇറ്റ് അല്ലേ. ഞാൻ എപ്പോഴും പറയുന്നതാണ്, നിങ്ങൾ പഠിക്കുന്നത് പഠിച്ചു, പക്ഷെ പഠിക്കുന്ന സാധനം നല്ല ഈസി ആയിട്ട് സ്ട്രെങ്ത്ലി നിങ്ങൾ പഠിക്കണം. അതായത് ഫൗണ്ടേഷൻ പഠിച്ചു കഴിഞ്ഞാൽ യു ക്യാൻ ബിൽഡ് അപ്പോൺ ഇറ്റ്. മനസ്സിലല്ലേ? ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിരിക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ആൻഡ് സീ യു നെക്സ്റ്റ് വീഡിയോ. എന്തെങ്കിലും കമന്റ്സോ ക്ലാരിഫിക്കേഷനോ താഴെ കമന്റ് ചെയ്യുക. Until then, it's me. Bye bye.